ഒരു സമാന്തര ശ്രേണിയിൽ 7-ാം പദത്തിൻ്റെ 7 മടങ്ങ് 11-ാം പദത്തിൻ്റെ 11 മടങ്ങിന് തുല്യമാണെന്ന് പറയുന്നുണ്ട്. കണ്ടുപിടിക്കേണ്ടത് 18-ാം പദമാണ്. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 7-ാം പദം എന്ന് പറയുന്നുണ്ട് അതിൻ്റെ അതേ മടങ്ങ് 7 മടങ്ങ് തന്നെയാണ്. 11-ാം പദത്തിൻ്റെ 11 മടങ്ങിനാണ് തുല്യം. ഇവിടെ കണ്ടുപിടിക്കേണ്ട 18 എന്ന് പറയുന്ന നമ്പറിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കും. എന്താ 18? ഈ 7-ാം പദം 11-ാം പദം ഈ സ്ഥാനങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ 18 കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുള്ളൂ. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആൻസർ 0 ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ 7ഉം 11ഉം കൂട്ടിയാൽ 18 കിട്ടുന്ന കണ്ടീഷനാണ് വരുന്നതെങ്കിൽ നമ്മുടെ 18-ാം പദം എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓപ്ഷനിലില്ല, അതുകൊണ്ട് എന്താണ് ഓപ്ഷൻ? ഇവയൊന്നുമല്ല എന്നാണ് ഓപ്ഷൻ വരിക. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എത്രയേ ഉള്ളൂ, നമ്മളോട് ഒരു m-ാം പദത്തിൻ്റെ m മടങ്ങും n-ാം പദത്തിൻ്റെ n മടങ്ങും എന്ന് പറയും. an എന്ന് പറഞ്ഞാൽ m-ാം പദം n-ാം പദം എന്നതിനെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയും m+n-ാം പദം കണ്ടുപിടിക്കാൻ പറയും. ഒന്നും നോക്കണ്ട, 0 കുത്തിക്കോളാം. ഇനി ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നോക്കിക്കോ. നമ്മൾ ഏതൊരു സമാന്തര ശ്രേണിയിലും n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഫോർമുല a+n-1 × d എന്നാണ്. a എന്ന് പറഞ്ഞാൽ ആദ്യ പദമാണ്, d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസമാണ്. ഇവിടെ n-ാം പദമാണ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഗുണിക്കേണ്ട ആൾ ആ n എന്ന് 1 കുറച്ച ആളെ കൊണ്ടാണ്. നമ്മൾ കണ്ടീഷൻ നോക്കിക്കോ. 11-ാം പദത്തിനെ 11 കൊണ്ട് ഗുണിച്ചു, 7-ാം പദത്തിനെ 7 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഞാൻ ഈ 11-ാം പദത്തിനെ a+10d എന്ന് എഴുതി, 7-ാം പദത്തിനെ a+6d എന്ന് എഴുതി. ഈ ബ്രാക്കറ്റ് ഒന്ന് പൊളിച്ചു കഴിഞ്ഞാൽ ഇവിടെ 11a + 11 × 10 110d എന്ന് വരും. അതേപോലെ ഇവിടെ 7a + 7 × 6 42d എന്ന് വരും. ഈ സമത്തിൻ്റെ ഈ സൈഡിലുള്ള ആളുകളെയൊക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 11a - 7 എന്ന് വരും, 110d - 42d എന്ന് വരും. ഇവിടെയുള്ള ആൾക്കാർ മൊത്തം ഇപ്പുറത്തെ സൈഡിലേക്ക് ഇപ്പോൾ പോയി. അപ്പോൾ ഇവിടെ ആരേ വരുള്ളൂ? 0 വരുള്ളൂ. ഇനി നോക്കിക്കോ, 11a ന്ന് 7a കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 4a ആയിരിക്കും. 110d ന്ന് 42d കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 68d ആയിരിക്കും. ഇവിടെ 0 ആയിരിക്കും. ഈ മൊത്തം സാധനത്തിനെ ഞാൻ 4 കൊണ്ട് ഹരിച്ചു. ഇവിടെ ഈ 4 ഒന്ന് പോയി കിട്ടാനാണ് 4 കൊണ്ട് ഹരിക്കുന്നത്. അപ്പം 4/4 a എന്ന് വരും. 68നെ 4 കൊണ്ട് ഹരിച്ചാൽ 17d എന്ന് വരും. ഇവിടെ 0നെ ഹരിച്ചാൽ 0 തന്നെ വരുള്ളൂ. a+17d എന്ന് പറഞ്ഞാൽ അത് 18-ാമത്തെ പദം. ആ 18-ാമത്തെ പദം എത്ര എന്ന് കിട്ടും? 0 എന്ന് കിട്ടും. ജനറലായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ സാധനം വെച്ചിട്ടും പ്രൂവ് ചെയ്യാം. ലോങ്ങസ്റ്റ് സ്റ്റെപ്പ് ആയതുകൊണ്ട് പറയുന്നില്ല. കാര്യം ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. കാര്യം കത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്.